പ്രാർത്ഥിച്ച് നമുക്ക് വിശുദ്ധ സഭായോഗത്തോടെ ആരംഭിക്കാം. ദൈവസന്നിധാനത്തിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരുവാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തുവാനും ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാനും സ്വർഗം നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord. Hallelujah, 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 hallelujah. കരുണ സമ്പന്നനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായി കർത്തൃപകൽക്കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പരിമിതമായ ഈ സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളെ ഭരിക്കുന്നതോർത്ത് നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം വീണ്ടും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയെ ആരാധിപ്പാനും കർത്താവ് അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങളെ തന്നെ സകലവും മറന്ന് സമർപ്പിപ്പാനും സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധന ലീഡ് ചെയ്യുവാൻ എൻ്റെ ദാസന്മാരെ സഹായിക്കണമേ. ആദ്യോടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. മുഴുവൻ മഹത്വം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം. വർഷിപ്പ് ടീം മുന്നോട്ട് കടന്നു വന്ന് ആരാധന ലീഡ് ചെയ്തായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീതമായ ആരാധനയിലേക്ക് നമുക്ക് വീണ്ടും എടുത്തു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവിനെ ഒരിക്കൽ കൂടി ഉയർത്തുവാൻ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വവും സാന്നിധ്യവും ഇന്ന് രാവിലെ വീണ്ടും അനുഭവിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തിന് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, എൻ ജീവൻ ശൂന്യമാ മരുഭൂസമാനമാ തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ. എൻ ജീവൻ ശൂന്യമാ മരുഭൂസമാനമാ തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ,
ജന്മം നൽകി ആത്മജീവദായകൻ നിത്യജീവൻ നൽകിയോ വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോ. क्यों ना बोलो फिर मैं तेरी जय जयकार. क्यों ना बोलो फिर मैं तेरी जय जयकार. जय जयकार, जय जयकार. तूने मेरे लिए क्या कुछ ना किया. जय जयकार, जय जयकार. तूने मेरे लिए क्या कुछ ना किया. आई जीवन में खुशी, आई अपनी जिंदगी. तू है जिंदा साफिया, तूने यह है किया. आई जीवन में खुशी, आई अपनी जिंदगी. तू है जिंदा साफिया, तूने यह है किया. क्यों ना बोलो फिर मैं तेरी जय जयकार. क्यों ना बोलो फिर मैं तेरी जय जयकार. जय जयकार, जय जयकार. तूने मेरे लिए क्या कुछ ना किया. जय जयकार, जय जयकार. तूने मेरे लिए क्या कुछ ना किया. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. 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 വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഇന്ന് രാവിലെ ഉയർത്തുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാവിലെ അങ്ങ് അയച്ചിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
Hallelujah, 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 hallelujah. അങ്ങയുടെ നാമം ഇന്ന് രാവിലെ ഇവിടെ ഉയരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഗാനം നമ്മൾ കരങ്ങൾ അടിച്ചു പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പ. ഇന്ന് രാവിലെ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി പരത്തിലേക്ക് ഉയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാർ ഉയർക്കും, പറന്നുയരും, വേഗം വന്നിടും കാന്തന്റെ മുഖം കാണുവാൻ. വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റം സമീപമായി ഒരുങ്ങും സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങും സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്ന വരുമല്ലോ. വിശുദ്ധന്മാർ ഉയർക്കും, പറന്നുയരും, വേഗം വന്നിടും കാന്തന്റെ മുഖം കാണാൻ. ഓ വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റം സമീപമായി ഒരുങ്ങുന്ന സഹചരം സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുന്ന സഹചരം സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം കൂടെ ചീടുന്നാൽ മൃത്യുവും ദുഃഖവും മുറവിളിയും ഇന്ന് കഷ്ടതയോ ഇനി തീർന്നില്ല. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം കൂടെ ചീടുന്നാൽ മൃത്യുവും ദുഃഖവും മുറവിളിയും ഇന്ന് കഷ്ടതയോ ഇനി തീർന്നില്ല. ഓ വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റം സമീപം ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. കൊടുങ്കാറ്റലേറി വന്നു കടലിളകി, നീലും കടലലകളിൽ എന്നെ കൈവിടാത്തവൻ. കൊടുങ്കാറ്റലേറി വന്നു കടലിളകി, നീലും കടലലകളിൽ എന്നെ കൈവിടാത്തവൻ. കരം തന്നു കാവു സൂക്ഷിച്ചരുമയായി തന്റെ വരവെ പ്രത്യാശയോടെ നടത്തിടുമേ. കരം തന്നു കാവു സൂക്ഷിച്ചരുമയായി തന്റെ വരവെ പ്രത്യാശയോടെ നടത്തിടുമേ. ഓ വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം കൂടെ ചീടുന്നാൽ ദുഃഖവും ദുഃഖവും മുറവിളിയോ നിന്ന കഷ്ടതയോ ഇനി ഏറുകില്ല. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം കൂടെ ചീടുന്നാൽ മൃത്യുവും ദുഃഖവും മുറവിളിയോ നിന്ന കഷ്ടതയോ ഇനി ഏറുകില്ല. ഓ വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയ വാനമേഘേ വരുമല്ലോ, വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ
സുറിയമനാളെ എതിരേൽപ്പാൻ. തൻ കൃപകളെന്നും ഓർത്തു പാടിയിടും ഞാൻ, തന്റെ മുഖശോഭ നോക്കി ഓടിയിടും ഞാൻ. തൻ കൃപകളെന്നും ഓർത്തു പാടിയിടും ഞാൻ, തന്റെ മുഖശോഭ നോക്കി ഓടിയിടും ഞാൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലും എന്നെ മറക്കാത്തവൻ അവൻ മാറാത്തവൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലോ എന്നെ മറക്കാത്തവൻ അവൻ മാറാത്തവൻ. വാനസേനയുമായി വരും പ്രിയവാനമേകെ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയവാനമേകെ വരുമല്ലോ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയമനാളെ എതിരേൽപ്പാൻ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയമനാളെ എതിരേൽപ്പാൻ. വരവേറ്റ സമീപം ഒരുങ്ങുക സഹചരെ സ്വർഗീയമനാളെ എതിരേൽപ്പാൻ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയമനാളെ എതിരേൽപ്പാൻ. വരവേറ്റ സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയമനാളെ എതിരേൽപ്പാൻ. ഓ രവശന്തര ജലബൗദ്യം ലോകരെല്ലാം കൈവിടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി. അവൻ എന്നെ ഒരിക്കലും മറക്കുന്നില്ല, മൃത്യുവിലും കൈവിടുകയില്ല. അവൻ ഇഷ്ടം ഞാൻ ചെയ്ത് എന്നും ജീവിക്കും. ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശുഗഭാരമേറിയാലും യേശു രക്ഷകനൻ താനും തണലുമാ. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേ ശാരോനിൽ പാരീതി പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ
ഹല്ലേലൂയ. പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ. ഓ, ഇന്ന് രാവിലെ നാം അവന്റെ മുഖമൊന്ന് ദർശിപ്പാൻ ഇടവരുമാറാകട്ടെ. നമ്മുടെ അകത്തെ കണ്ടുകൊണ്ട് അവനെ ഒന്ന് കാണുവാൻ. ഹല്ലേലൂയ. ആ മാധുര്യമേറിയ മുഖമൊന്ന് കാണുവാൻ, ആ ദർശനമൊന്ന് കാണുവാൻ. ഹല്ലേലൂയ. ഓ, യേശുവിൽ എൻ്റെ തോഴനെ ഞാൻ കണ്ടെത്തി. അവൻ എനിക്ക് ഏറ്റവും പ്രിയനായവൻ, എനിക്ക് ഏറ്റവും ഇമ്പമായവൻ. Glory to God. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Glory to God. Hallelujah. നദിയോട് 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 വാഴ്ന്നു. Oh Jesus. Hallelujah. Praise you, Jesus. Hallelujah. തുടർന്ന് നമ്മൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് പോകുന്നു. ഈ വിഷയങ്ങളെ ഓർപ്പിക്കട്ടെ. ദിവസങ്ങൾ കർത്താവിൻ്റെ കരം നമ്മളെ ഓരോ ദിവസവും നമ്മളെ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഓരോ ദിവസവും കർത്താവ് ജയോത്സവമായി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഈ പ്രത്യേകമായ കാലഘട്ടത്തിൻ്റെ അവസ്ഥകളെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ജനത്തെ, രാഷ്ട്രങ്ങളെ, സമൂഹങ്ങളെ ദൈവം വിടുവിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആയിരങ്ങൾ, അനേക ലക്ഷങ്ങൾ ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും വേർപാടിൻ്റെ വേദനയിലും കടന്നു പോകുന്നു. കർത്താവ് അവരെല്ലാം ആശ്വസിപ്പാനായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, നഴ്സസിനെ, ഫാർമസിസ്റ്റിനെ, ഡോക്ടേഴ്സിനെ, അങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെല്ലാം ഈ ദിവസങ്ങൾ പിന്നെയും ധൈര്യപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ, സമാധാനം അവരനുഭവിപ്പാനിട വരുമാറാകട്ടെ. ജോലിയിൽ ഭാരമുള്ളവർ, ക്ഷീണങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൽ ക്ഷീണം സംഭവിച്ചവർ, അങ്ങനെ സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡെന്നി ബ്രദറിൻ്റെ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആശ്വാസമുണ്ടെന്ന് അറിയുവാനിടയായി തീർന്നു. തുടർന്ന് ദൈവം തൻ്റെ മക്കളെ സഹായിക്കുമാറാകട്ടെ. ഏലമാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിപൂർണമായ ബലവും സൗഖ്യവും ദൈവത്തിൻ്റെ ദാസിക്ക് ദാനം ചെയ്യുമാറാകട്ടെ. മണി ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം പ്രിയ ആൻറ്റിയെ പിന്നെയും ബലപ്പെടുത്തട്ടെ, ശുദ്ധീകരിക്കട്ടെ. ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്സാൻ്റെ അമ്മാമ്മയുടെ സഹോദരപുത്രൻ അബുദാബിയിൽ കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ആവശ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷുഗർ ലൈനിലെ കുഞ്ഞുമഞ്ചായൻ്റെ സഹോദരി കഴിഞ്ഞ ദിവസം ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാൽ ഹെർമൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. അവർ ഒബ്സർവേഷനിൽ കൂടെ കടന്നു പോകുന്നു. ദൈവം പ്രിയ ആൻറ്റി, സൂസൻ എന്നാണ് ആൻറ്റിയുടെ പേര്, ആൻറ്റി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യം ദൈവം ദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഡോക്ടർ രവി സക്രിയാസ് ഈ ദിവസങ്ങളിൽ തൻ്റെ ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം MD ആൻഡേഴ്സൺ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തൻ്റെ സ്വഭവനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ലോകവ്യാപകമായിട്ട് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണല്ലോ. അനേകായിരങ്ങൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാനായിട്ട്, സാമാന്യ ജനങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഉന്നതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ദൈവം തൻ്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഈ സായാഹ്ന വേളകളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ, സമാധാനം ദാസൻ അനുഭവിപ്പാൻ, കുടുംബം അനുഭവിപ്പാൻ, മിനിസ്ട്രി പിന്നെയും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഇടവരുമാറാകട്ടെ. സ്തോത്രം. ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വിഷയം, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയുടെ യൂത്ത് പാസ്റ്ററായിട്ടിരുന്ന പാസ്റ്റർ സ്റ്റാൻലി ജേക്കബ് ദൈവഹിതമെങ്കിൽ ഈ ആഴ്ച മിനസോട്ടയിലെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അദ്ദേഹം അറിയിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കൈത്താങ്ങലും കൊടുത്ത എല്ലാ കുടുംബങ്ങളെയും
ദൈവത്തിൽ താൻ നന്ദിയുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയും തുടർന്നുള്ളതിൻ്റെ ശുശ്രൂഷകളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ മറ്റ് ആവശ്യങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കാം. ശരീരത്തിൽ ബലഹീനരായിരിക്കുന്ന സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് തക്ക സമയത്ത് അവർക്ക് വിടുതൽ കൊടുക്കട്ടെ, ആശ്വാസം കൊടുക്കട്ടെ, നന്മ കാണുവാനിടെ വരുമാറാകട്ടെ. പ്രായമുള്ള നമ്മുടെ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ അവരനുഭവിപ്പാനിട വരട്ടെ. അതുപോലെ ഈ വർഷം നടക്കേണ്ടുന്ന 2 വിവാഹങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് വഴികളെ തുറക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണല്ലോ. എല്ലാം അത് മംഗളകരമായി നടപ്പാൻ ദൈവം ആവശ്യമായിട്ടുള്ള എല്ലാ വഴികളും തുറക്കുവാനായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച ബർത്ത്ഡേയ്സും ആനിവേഴ്സറീസും ആഘോഷിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധതയായ ദൈവമേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ പരിമിതിയുടെ നടുവിലും ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ രുചിച്ചറിയുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ ഭാഗ്യ പദവികൾക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഈ പകർച്ചവ്യാധിയാൽ ലോകരാഷ്ട്രങ്ങൾ ഭാരപ്പെടുമ്പോൾ, രാഷ്ട്ര നേതാക്കന്മാർ ആകുലചിത്തരായി തീരുമ്പോൾ, ജനജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതുള്ള അവസ്ഥകളിലേക്ക് ആയിത്തീരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ സമാധാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകം തരാത്ത സമാധാനം അങ്ങ് ഞങ്ങൾക്ക് നൽകി തരാമെന്നുള്ള വാഗ്ദത്തം ഓരോ ദിവസവും അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കുന്ന തോർത്ത് നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങൾ ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഭാരമുള്ളവർ, കഷ്ടം അനുഭവിക്കുന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് ക്ലേശം അനുഭവിക്കുന്നവർ അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ അങ്ങ് ധൈര്യപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലായിരിക്കുന്ന സൂസൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കാര്യം നിന്റെ ദാസിയുടെ മേൽ വെച്ച് സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിതാവിൻ്റെ ദാസൻ ഡേവിഡ് സെക്രിയാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ദാസിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അങ്ങേക്ക് വേണ്ടി നിൽപ്പാൻ നിങ്ങളുടെ ദാസനെ കരങ്ങളെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം പിന്നെയും എൻ്റെ മക്കളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. മിനിസ്ട്രി പിന്നെയും അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയുവാൻ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്റ്റാൻലി പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവ് ഈ ആഴ്ച അവർ മിനസോട്ടയിലേക്ക് കടന്നു പോകുന്ന അവരുടെ യാത്രയിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. അവരുടെ അവിടുത്തെ ശുശ്രൂഷകളെ സ്വർഗം അനുഗ്രഹിക്കണമേ. ആ സഭയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിൽ എല്ലാ ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിവിധ യുവാക്കന്മാരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തെ കർത്താവ് ദിവസങ്ങൾ പിന്നെയും ഇടപെടുകയും ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അവരെ നിർത്തുകയും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവേ, ഞങ്ങൾ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവസനിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവജനം മടങ്ങി വരുവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. ഈ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഒരു വലിയ ആത്മിക ഉണർവിലേക്കും ഒരു വലിയ സുവിശേഷ വേലയുടെ വ്യാപ്തിയും ലോകമാകമാനം കാണുവാൻ ഇടവരുമാറാകണമേ കർത്താവേ. ഒരു അന്ത്യകാലത്തിൻ്റെ ഒരു കൊയ്ത്ത് കർത്താവേ ഇതിനോടകം വെളിപ്പെടുവാൻ തക്കോണം ദൈവമേ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ. ഈ ആഴ്ച ബർത്ത്ഡേയ്സും ആനിവേഴ്സറീസും ആഘോഷിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത പുതുവർഷത്തിനായി സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ആദരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ കാര്യം പിന്നെയും വെളിപ്പെടുമാറാകണമേ കർത്താവേ. ആമേൻ. ദൈവ സാന്നിധ്യം അവർക്ക് ആമേൻ ഉത്തരമായിട്ട് ദൈവിക വിടുതലായി അനുഗ്രഹമായിട്ട് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വേലയെ മാനിച്ച് നിന്റെ മക്കൾ ആമേൻ ചെയ്ത എല്ലാ സ്തോത്ര കാഴ്ചകളെയും സാംശയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവാകുവാൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായത് പ്രയോജനകരമായി തീരുവാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളോട് ഇടപെടുമാറാകണമേ കർത്താവേ. ആമേൻ. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദാസനെ ശക്തീകരിക്കണമേ കർത്താവേ.
യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. May the name of the Lord be glorified once again this morning time. രാവിലെ സമയം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. And I greet to all of you in the name of our Lord and Savior Jesus Christ. നിങ്ങൾ എല്ലാവരെയും വലിയവനായ കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. The Lord has been so good to us in the past days and weeks and months. കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ദൈവം നമുക്ക് നല്ലവനായിരുന്നു. And the Lord has been faithfully keeping us all safe and secure under the mighty arms of the Lord. എല്ലാവരെയും തന്റെ മഹോന്നതമായ കരങ്ങളിൽ ദൈവം ഭദ്രമായി സൂക്ഷിച്ചു. Praise God for all the wonderful works that is happening even in the midst of all these situations. ഈ പ്രതിസന്ധികളുടെ നടുവിലും നമ്മുടെ ഇടയിൽ നടക്കുന്ന വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. It reminds us once again, it gives us that assurance that the Lord is still on the throne. അത് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവം ഇന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. Nothing can challenge his authority and his sovereignty. ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. And he will fulfill what he has started and he will accomplish it in and through our lives. താൻ തുടങ്ങി വെച്ചത് നമ്മുടെ ജീവിതത്തിലൂടെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. And let us continue to yield to the prompting of the Holy Spirit day by day in our lives. ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനായി കീഴ്പ്പെട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Once again I commend all the brothers and sisters who are working on the front line. മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. And I praise God that the Lord may continue to strengthen you and bless you and keep you all safe and secure. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. This morning this is a special day. ഇന്ന് ഒരു വിശേഷതയുള്ള ദിവസമാണ്. And today is Mother's Day and everyone is celebrating the motherhood. ഇന്ന് മാതാക്കളുടെ ദിനമാണ്, മാതൃത്വത്തെ ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. And it should not be set apart for one day to be celebrated as Mother's Day. മാതൃദിനം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. But we live in a world where relationships are getting broken down and disintegrating. നാം താമസിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്, നാം ഇന്നായിരിക്കുന്ന ലോകം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ ഓരോന്നും അതിന്റെ അടുപ്പം കുറഞ്ഞു വരുന്ന കാലമാണ്. That's why we have to set apart a day particularly as Mother's Day. അതുകൊണ്ടാണ് പ്രത്യേകമായി ഒരു ദിവസം മാതാക്കൾക്കായിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത്. But another way we should be celebrating the motherhood of our mothers every day. നമ്മുടെ മാതാക്കളുടെ മാതൃത്വം എല്ലാ ദിവസവും നാം ആഘോഷിക്കേണ്ടതാണ്. Because of that only we are in this world. അതുകൊണ്ടാണ് നാം ഈ ലോകത്തായിരിക്കുന്നത്. Everyone has a mother. എല്ലാവർക്കും ഒരു അമ്മയുണ്ട്. Without a mother you cannot be born into this world. ഒരു അമ്മയില്ലാതെ ഈ ലോകത്ത് നമുക്ക് ജനിച്ചു വീഴുക സാധ്യമല്ല. Yeah, so I want to congratulate and appreciate all the mothers of True Light Christian Assembly. True Light Christian അസംബ്ലിയിലെ എല്ലാ മാതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. More than your life, your service and your sacrifice is very much commendable. നിങ്ങളുടെ ത്യാഗവും നിങ്ങളുടെ സേവന മനോഭാവവും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. And we always keep in mind that the lives that you are holding in your hand as are going to be the future nation builders or the citizens of this country. നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ എടുത്തു വളർത്തുന്ന ആ കൊച്ചു ജീവിതങ്ങളാണ് നാളെ ഈ രാജ്യത്തെ പണിയേണ്ടത് എന്നത് ഞാൻ ഓർക്കുന്നു. And so therefore do not consider those tasks as so lightly. ആ ജോലികൾ ഒരിക്കലും വളരെ ചെറിയതോ ലഘുവായതായ ഒരു ജോലിയല്ല. Sometimes you may get so frustrated because the child will be so hyper. ചില കുട്ടികൾ വളരെയധികം ഊർജ്ജസ്വലരായതുകൊണ്ട് അത് നമ്മെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. And so we will get so frustrated in raising the children. ചിലപ്പോഴൊക്കെ ഈ കുട്ടികളെ വളർത്തി നാം പരവശരാകാറുമുണ്ട്. And sometimes they don't really listen or obey to your instructions. നാം പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവർ കൃത്യമായി പാലിക്കണമെന്നില്ല. So because of that we get so agitated. Sometimes we yell at them, we try to spank them, we try to discipline them and do all kinds of measures. അതുകൊണ്ട് രക്ഷപ്പെടാറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരെ അച്ചടക്കത്തിൽ വളർത്തുവാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകാറുണ്ട്. Yeah, but in the midst of all that we should always keep in mind that they are also created in the image of God and you are holding an image of God in your hand
and God has entrusted that image to be raised up in His fear under your care. അതിൻ്റെ എല്ലാം ഇടയിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു കൊച്ചു സൃഷ്ടിയാണ് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. അതിനെ ദൈവ അനുസരണത്തിലും നിയോഗത്തിലും വളർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. Yeah, praise God for that. And this morning time, I want to continue to talk in relation to the Mother's Day. ഈ മാതൃദിനത്തോടനുബന്ധിച്ചുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. And for that, let us turn our Bibles to Exodus chapter 2, verse 1 and 2. അതിനുവേണ്ടി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Now a man from the house of Levi went and married a daughter of Levi. The woman conceived and bore a son, and when she saw that he was beautiful, she hid him for 3 months. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. The situation is very peculiar, very particular. വളരെ പ്രത്യേകതയുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. Israelites are no more living in the land of Canaan. ഇസ്രായേല്യർ ഇപ്പോൾ കനാൻ നാട്ടിലല്ല താമസിക്കുന്നത്. They are a multitude of generations living in Egypt. തലമുറയായി അവരിപ്പോൾ മിസ്രയീം നാട്ടിലാണ് താമസിക്കുന്നത്. And because their numbers are getting prosperous and numbers are getting multiplied, the Egyptians are getting so panic about what is going to happen in the future. ഇവർ എണ്ണത്തിൽ പെരുപ്പത്തിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള മിസ്രയീമർ ഇപ്പോൾ ഇവരെ പറ്റി ആകുലചിത്തരാണ്. That's why in first chapter of Exodus verse 22 there's a command coming from Pharaoh. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഫറവോനിൽ നിന്നൊരു കൽപ്പന വരുന്നുണ്ട്. The Pharaoh commanded all his people saying, every son who is born you are to cast into the Nile, and every daughter you are to keep alive. പിന്നെ ഫറവോന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ സംരക്ഷിക്കണമെന്നും കൽപ്പിച്ചു. You know, this is the command that came from one of the most powerful rulers of the world at that time. അന്നത്തെ ഏറ്റവും ശക്തനായ അധികാരിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു കൽപ്പനയാണിത്. One of the world empire at that time. അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം. And the Pharaoh is commanding to his subjects to kill all the male child or by casting them into the river Nile. ഫറവോൻ തന്റെ ജനത്തോട് കൽപ്പിക്കുകയാണ്, ജനിക്കുന്ന ഏത് ആൺകുഞ്ഞിനെയും നദിയിലിട്ട് കളയണം. And in that context, after that commandment has came into existence, we see the birth of Moses happening in the household of Israel. ആ കൽപ്പന നിലവിൽ വന്നതിന് ശേഷമാണ് നാം കാണുന്നത് മോശയുടെ ജനനം ഒരു ഇസ്രായേലിയ കുടുംബത്തിൽ. And then the parents are so worried about what is going to happen with this child. തീർച്ചയായും ഈ കുഞ്ഞിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി അവന്റെ മാതാപിതാക്കൾ വ്യാകുലരാണ്. They are so worried, how are we going to take care of this child? ഈ കുഞ്ഞിനെ നാം എങ്ങനെ വളർത്തും എന്നതിനെ പറ്റി അവർക്ക് ആശങ്കയുണ്ട്. Because they don't have anything to be claim upon what is going to happen in the future of this child or the future of ഈ കുഞ്ഞിന്റെ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി അവർക്ക് തീർച്ചയായും വിഷമങ്ങളുണ്ട്. They don't have anything to claim upon also. അതുപോലെ തന്നെ ഒന്നും അവകാശപ്പെടുവാനും അവർക്കില്ല. Yeah, if that child has if the birth of that child, if there is a voice coming from heaven, oh don't worry, your child will be safe, your child will be good, then they can be fine. നിങ്ങളുടെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടുമെന്നോ അവൻ വലിയവനാകുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാം. If there is any prophetic voice coming during the time of his birth, that could have been okay. അവന്റെ ജനനസമയത്ത് ഏതെങ്കിലും ഒരു പ്രവാചക ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ അവർക്ക് ആശ്വസിക്കാം. But nothing of those sort was happening. അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും മോശയുടെ ജനനത്തിൽ സംഭവിച്ചില്ല. All that was hearing was the commandment that coming from Pharaoh that every son who is born you are to cast into the Nile. അവരുടെ മുൻപിൽ അവരാകെ കേട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫറവോന്റെ കൽപ്പനയാണ്, ഏതൊരാൺകുഞ്ഞിനെയും നദിയിലിട്ട് കളയണം. But then what is that they can hold on to in this moment? ഈ സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്തിലാണ്? Only one thing which when I went through this scripture portion, only one thing that caught into my mind. ഈ വാക്യഭാഗങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. When she saw that he was beautiful. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടപ്പോൾ. She saw that he was beautiful. അവൾ കണ്ടു അവൻ സൗന്ദര്യമുള്ളവനാണെന്ന്. The mother of Moses, Jochebed, saw Moses looked so beautiful. മോശയുടെ അമ്മ യോഖേബേദ് മോശ സുന്ദരനെന്ന് കണ്ടു. That's the only hope. അത് മാത്രമാണ് പ്രതീക്ഷ. That's the only hope they could have in their lives. ഇപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ഏക പ്രതീക്ഷ അതാണ്. Now is it so peculiar? ഇത് വളരെ സവിശേഷതയുള്ള ഒരു കാര്യമാണോ?
every child born to their parents looks so beautiful. ഏത് അപ്പനും അമ്മയ്ക്കും അവരുടെ കുഞ്ഞ് സൗന്ദര്യമുള്ള കുഞ്ഞ് തന്നെയാണ്. Yeah. Okay. Even in back in Kerala, we say that even a child of a crow looks so beautiful in the eyes of നാട്ടിൽ the നമ്മൾ mother പറയാറുണ്ട് crow. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന്. Yeah. So crow is considered to be an ugly bird, looking because it's always roaming around the dirt and all the garbage side. കാക്ക എപ്പോഴും മാലിന്യങ്ങളിൽ കൂടി നടക്കുന്ന ഒരു വിരൂപമായ പക്ഷിയാണ്. But even to that bird, its children are considered to be so favorite. പക്ഷേ കാക്കയ്ക്ക് പോലും തന്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണ്. So every child is so precious, so beautiful, so handsome in the eyes of their parents. ഏത് മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞ് വളരെ സൗന്ദര്യമുള്ളതും വളരെ നല്ലതുമാണ്. Now that is very important in this age. ഇന്നിപ്പോൾ അതിന് വലിയ പ്രാധാന്യതയൊന്നുമില്ല. That is very important in this age. ഇന്നും അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. Because nowadays we see that people despise their children. ഇന്ന് പലരും അവരുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു കാലമാണ്. Yeah, they just they just forget about their children born to their own life. സ്വന്തം ജീവിതത്തിൽ ജനിച്ച തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ മറന്നു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. And in that life, in that age, this verse has to have some importance into our life. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ വാക്യത്തിന് പ്രസക്തിയുണ്ട്. The child looks so beautiful in the eyes of his mother. ഇതാ സ്വന്തം അമ്മയുടെ കണ്ണിൽ ഈ കുഞ്ഞ് സൗന്ദര്യമുള്ളവൻ എന്ന് കാണുകയാണ്. And then they are moving forward with that. അവിടെ നിന്ന് അവർ മുമ്പിലേക്ക് നീങ്ങുന്നു. No prophetical voice. ഒരു പ്രവാചക ശബ്ദവുമില്ല. No divine utterance. ഒരു സ്വർഗീയമായ അശരീരികളുമില്ല. No other hope is coming into their life. മറ്റൊരു പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. But only one side that she saw that Moses is beautiful. എന്നാൽ അതിന്റെ ഇടയിൽ ആ അമ്മ കണ്ട ഒരു കാഴ്ചയുണ്ട്, അവളുടെ മകൻ സൗന്ദര്യമുള്ളവനാണെന്ന്. Yeah, and that was a promise that was coming into his life. അത് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വാഗ്ദത്തമായിരുന്നു. Yeah, later on if you look into Hebrews, പിന്നീട് നാം എബ്രായ ലേഖനത്തിൽ വായിച്ചാൽ one thing that tells about his parents. അവന്റെ മാതാപിതാക്കളെ പറ്റി പറയുന്ന ഒരു പ്രത്യേക കാര്യം Chapter 11 verse 23. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ By faith Moses, when he was born, was hidden for 3 months by his parents because they saw he was a beautiful child. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. And they were not afraid of the king's edict. അവര് രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. Only one thing that was hopeful in their life, that the child is so beautiful. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു ഘടകം, ഞങ്ങളുടെ കുഞ്ഞ് സുന്ദരനാണ്. That's all. അത് മാത്രമേ ഉള്ളൂ. That's a hope that we need to have it in our lives too. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രതീക്ഷയാണിത്. Sometimes we look for great and mighty promises to happen in our lives, in the life of our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലുതും മഹത്തരവുമായ വാഗ്ദത്തങ്ങൾ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. And because on the course of that we approach people, we approach servants of God, we approach prophets to hear something big, something better that we have heard thus far. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി എന്തെങ്കിലും നല്ലൊരു കാര്യം കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ദൈവദാസന്മാരെ പ്രവാചകന്മാരെ ഒക്കെ നാം സന്ദർശിക്കാറുണ്ട്. And many times we fail so badly, we don't hear much about our children. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ നാം നിരാശരാകാറുമുണ്ട്. Or on the other side we will be so excited to hear something better about our children too. ഇനി അഥവാ എന്തെങ്കിലും നല്ല കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞാൽ അത് കേട്ട് നാം വളരെ ആവേശഭരിതരാകാറുണ്ട്. But this morning time you as mothers and fathers, as parents, when you raise your children, what you need to do is that you need to trust in a God who can make impossible things to happen in your lives. ഇന്ന് രാവിലെ എന്നാൽ ഈ സന്ദേശം പറയുന്ന സമയത്ത് മാതാപിതാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. Trust in God who can make all the impossible things to happen in your life. എല്ലാ അസാധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. The immediate need of the parents of Moses was to hide that child from the king's edict. മോശയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിയന്തരമായ ആവശ്യമെന്ന് പറയുന്നത് രാജാവിന്റെ കൽപ്പനയിൽ നിന്ന് ഈ കുഞ്ഞിനെ ഒളിച്ചു വെക്കുന്നതായിരുന്നു. Somehow to protect this child so that he will not be killed. ഈ കുഞ്ഞിനെ രാജാവിന്റെ കൽപ്പന മൂലം കൊല്ലപ്പെടാതിരിക്കാൻ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക. Now what is the possible way that can be made it to happen? എന്താണ് അതിനുള്ള വഴി?
they cannot hide him anymore അവർക്ക് ഇവനെ ഇനി ദീർഘകാലം ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല. because he is already 3 months old. 3 മാസം പ്രായമായി കഴിഞ്ഞു. Maybe started, turning, from one side to the other side on the bird. ചിലപ്പോൾ കമിഴ്ന്ന് വീഴാനൊക്കെ തുടങ്ങിയ സമയമായിരിക്കും. And maybe started crawling. ചിലപ്പോ അവൻ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരിക്കും. We don't know, this is happening like thousands of years before those time. We don't know how, at what age the babies began to crawl or began to turn from the back to the other side. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് സംഭവിച്ചാണ്. നമുക്ക് കൃത്യമായി അറിയില്ല അന്നൊക്കെ ഏത് പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ കമന്നു വീഴുന്നതെന്നോ ഇഴയുവാൻ തുടങ്ങുന്നതെന്നോ. So in any way, they thought that, hey, here anymore they cannot hide this child. പക്ഷേ അവർക്ക് ഒരു കാര്യം ബോധ്യമായി, ഇനി ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല. So what they are trying to do over here, അതുകൊണ്ട് അവരവിടെ എന്താണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്? she got him a wicker basket and covered it over with tar and pitch. ഇതാ ഈ കുഞ്ഞിനെ അവര് ഒരു ഞാങ്ങണയുടെ ഇടയിൽ വെക്കുകയാണ്, പെട്ടകത്തിൽ കിടത്തിയിട്ട്. Yeah, then she put the child into it and set it among the reeds by the bank of the Nile. ഇതാ ഞാങ്ങണപ്പെട്ടകം വാങ്ങി പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. The very place where children need to be cast and need to be killed, the parents are taking that very place as a place that they're hoping that something will happen there. ഏത് നദിയിലാണോ ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടേണ്ടത്, അതേ നദിയിൽ പ്രതീക്ഷയോടെ ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ നിക്ഷേപിക്കുകയാണ്. Otherwise they don't have any other option. അതല്ലാതെ അവരുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. They have no other option. അവർക്ക് മറ്റൊരു വഴിയും അവരുടെ മുൻപിൽ Even this option doesn't sound so great. ഇതാ ഈ ഒരു കാര്യം പോലും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. Because they cannot even see or watch what is going to happen over them. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി അറിയുവാൻ ഇവർക്ക് മാർഗങ്ങളൊന്നുമില്ല. That's why they ask his sister to stood at a distance to find out what would happen to him. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ അവന്റെ സഹോദരി ദൂരത്ത് നിന്ന് നോക്കുകയാണ്. Even the parents could not watch over that. അവന്റെ മാതാപിതാക്കൾക്ക് അത് നോക്കുവാൻ കഴിയുകയില്ല. His older sister Miriam is asked to stand in a distance to watch what is going to happen to കുഞ്ഞിന് this എന്ത് child. സംഭവിക്കുമെന്ന് കാണുവാൻ ദൂരെ നിന്ന് നോക്കുവാൻ അവന്റെ സഹോദരി മിരിയാമിനോട് അവർ ആവശ്യപ്പെടുകയാണ്. Think about the possible dangers that can happen into them. ഇവർക്ക് സംഭവിക്കാവുന്ന അപകട സാധ്യതകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. If there is a high wave comes into the river Nile, വലിയ ഒരു ഓളം ആ നദിയിൽ കടന്നു വന്നാൽ that basket could have been taken out from the reed and it would have been going into the current of the Nile. അവിടെ ഈ പറയുന്ന ഞാങ്ങണകളുടെ ഇടയിൽ നിന്ന് ഈ പെട്ടകം നീങ്ങി ഒരുപക്ഷെ നദിയുടെ ഒഴുക്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. Or if any other reptile crawling and finding for a prey gets into the cry of a baby, see that there is a baby, there is a life, that prey or that animal could have harmed that child. ഒരുപക്ഷെ ഇര തേടി ഇറങ്ങുന്ന ഒരു ജന്തുവിന്റെ മുൻപിൽ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ ഒരുപക്ഷെ അത് ഈ കുട്ടിയെ തിന്നുകളയുവാൻ സാധ്യതയുണ്ട്. All possible dangers can happen into his life. ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ എല്ലാ അപകട സാധ്യതകളുമുണ്ട്. What is the hope? എന്താണ് പ്രതീക്ഷ? Mothers, let me ask you this question so blatantly this morning time. മാതാപിതാക്കളെ വളരെ ശക്തമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഈ രാവിലെ ചോദിക്കട്ടെ. When you see that all options are closed in front of your eyes, നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ കണ്ണുകളുടെ മുൻപിൽ എല്ലാ സാധ്യതകളും അടയപ്പെടുമ്പോൾ, what is the step of faith that you are going to take for the future of your children? നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ എടുക്കുവാൻ പോകുന്ന വിശ്വാസത്തിന്റെ അടുത്ത പടി എന്താണ്? You have to take some step of faith in your life, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ചില ചുവടുവയ്പ്പുകൾ നിങ്ങൾ വെക്കേണ്ടത് ആവശ്യമുണ്ട്. without which the next moment is going to happen in your life. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി. Yeah, so you have to take some leap of faith, some step of faith into your life. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ചുവടുകൾ മുൻപോട്ട് വെച്ചേ മതിയാകൂ. And then you find there is no option left on you. നിങ്ങളുടെ മുൻപിൽ മറ്റൊരു സാധ്യതകളും അവശേഷിക്കാതിരിക്കുമ്പോൾ, We have what usually happens into our lives, I can say that. നമ്മുടെ ജീവിതത്തിൽ സാധാരണ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയുവാൻ കഴിയും. We have multiple options. നമ്മളുടെ മുൻപിൽ പലപ്പോഴും പല സാധ്യതകളുണ്ട്. And we have the promises of the Lord. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ധാരാളമുണ്ട്. We have the prophetic voices also. പല പ്രവാചക ശബ്ദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. And we have to take a step of faith at that point. നാം ആ സമയത്ത് വിശ്വാസത്തിന്റെ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കണം. But you know what we will do? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? We will wait for one more pastor to come and say something on it. നമ്മൾ ഒരിക്കൽ കൂടി ഒരു ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കും. Somebody to come and lay the hands on my child. ആരെങ്കിലും ഒരാൾ കൂടി എൻ്റെ കുഞ്ഞിന്റെ തലമേൽ കൈവയ്ക്കുവാൻ. This is the
this is the condition of the faithless generation that you and I are living in. ഞാനും നിങ്ങളുമായിരിക്കുന്ന വിശ്വാസരഹിതമായ തലമുറയുടെ സ്വഭാവമാണിത്. We have multiple options. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. And we have multiple promises also. ഒരുപാട് വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. And we have multiple prophetical voices also. ഒരുപാട് പ്രവാചക ശബ്ദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. But still we are not able to take a step of faith. പക്ഷേ എന്നാലും വിശ്വാസത്തിന്റെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. But here the parents are taking a step of faith when there is no hope, no option left out. എന്നാൽ ഇവിടെ ഇതാ ശ്രദ്ധിച്ചു നോക്കുക, ഒരു സാധ്യതകളും മുൻപിലില്ലാത്തപ്പോൾ, പ്രതീക്ഷയ്ക്ക് ഒരു വകയും മുൻപിൽ കാണാത്തപ്പോൾ വിശ്വാസത്തിന്റെ ഒരു ചുവട് അവർ വയ്ക്കുകയാണ്. To the very place the children need to be killed, that's the same place the parents are keeping this baby over there. ഏത് സ്ഥലത്താണോ കുഞ്ഞുങ്ങളിൽ ഓരോരുത്തരും കൊല്ലപ്പെട്ടത്, അതേ സ്ഥലത്ത് പ്രതീക്ഷയോടെ ഈ മാതാപിതാക്കൾ ആ പെട്ടകം വയ്ക്കുകയാണ്. Only one thing that happened. ഒരു കാര്യം മാത്രം സംഭവിച്ചു. They found that the baby is so beautiful. അവർ കണ്ടു ഈ കുഞ്ഞ് ദിവ്യ സുന്ദരനാണെന്ന്. No, that verse resounded in the heart of every Israelite. പിന്നീടുള്ള കാലം ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. That's why the writer of the book of Hebrews had mentioned that though they saw, the parents saw the child was so beautiful. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പിൽക്കാലത്ത് എഴുതി വെക്കുന്നത്, ആ മാതാപിതാക്കൾ കണ്ടു അവരുടെ കുഞ്ഞ് സുന്ദരനായിരുന്നുവെന്ന്. A slight ray of hope. ഒരു ചെറിയ പ്രതീക്ഷയുടെ കിരണം. That was all enough. അത് മാത്രം മതിയായിരുന്നു അവർക്ക്. For them to take that step. ആ വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കുവാൻ. They never thought that this boy is going to be raised up as a son of the Pharaoh's daughter. ഈ കുഞ്ഞ് ഫറവോന്റെ സഹോദരിയുടെ മകനായി വളർത്തപ്പെടുമെന്നൊന്നും അവർ വിചാരിച്ചില്ല. They never thought that he is going to be the second in the kingdom of Egypt. ഈ കുഞ്ഞ് ഒരിക്കലും മിസ്രയീം രാജ്യത്തെ രണ്ടാമനായി വളരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. They never thought all the prosperity, all the authority this child is going to possess in the future. മിസ്രയീമിലെ സകല സമൃദ്ധിയും അധികാരങ്ങളും ഈ കുഞ്ഞിനെ തേടി വരുമെന്ന് അവർ കണ്ടു പ്രതീക്ഷിച്ചില്ല. You know, we dream a lot about our children, right? നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ധാരാളം സ്വപ്നങ്ങൾ നമുക്കുണ്ട്, ഇല്ലേ? We want our children to be doctors and engineers and scientists and whatever good things that we want to have it in our children. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും ഒക്കെ ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. Yeah, and also then our children should be, good in playing musical instruments. They should be good worship leaders. They should be good preachers, and they should have $1 million home and all the good things in this world that you can have, you can dream about. We dream about in our children. നമ്മുടെ കുഞ്ഞുങ്ങൾ സംഗീത ഉപകരണങ്ങൾ നന്നായി ഉപയോഗിക്കുന്നവരും ആരാധന നന്നായി നയിക്കുന്നവരും ഒരുപക്ഷെ $1 million വിലയുള്ള വീടുകളിൽ താമസിക്കുന്നവരും ഒക്കെ ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. But here there's a parent who doesn't have any such dream. പക്ഷേ ഇതാ ഇവിടെ ഒരു മാതാവിനും പിതാവിനും അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും അവരുടെ കുഞ്ഞിനെ പറ്റിയില്ല. Their dream is only that whether this child will live. അവരുടെ ആകെയുള്ള ചോദ്യം ഈ കുഞ്ഞ് ജീവിക്കുമോ എന്ന. They're only dreaming about that. അവരതിനെപ്പറ്റി മാത്രമാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. They're only dreaming about അവരുടെ that. ഏക ആഗ്രഹം അത് മാത്രമാണ്. If God has a dream about your children, നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു സ്വപ്നമുണ്ടെങ്കിൽ, if God has a plan about your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, you don't have to dream too much about your children. നിങ്ങൾ ഒരുപാട് സ്വപ്നമൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി. God's plans and God's purposes will be accomplished in your children's life. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും നിവർത്തിച്ചു കാണും. Only you need to yield to the prompting of the voice of the Lord. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനു മുൻപിൽ സ്വയം താഴ്ത്തി കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. Can we do that this morning? ചെയ്യുവാൻ കഴിയുമോ ഈ രാവിലെ? This is a great day to do that, right? ഇന്ന് രാവിലെ എന്ന് പറയുന്നത് അതിന് പറ്റിയ ദിവസമാണ്. It's a great day to celebrate the motherhood. മാതൃത്വത്തെ നാം ആഘോഷിക്കുന്ന ദിവസം. At the same time, we have to yield. Lord, I don't have any dream about my child. I only yield to the dream what you have for my children. അതേസമയം ദൈവം മുൻപിൽ പറയുവാൻ പറ്റിയ ദിവസമാണ്. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു കാണുവാൻ ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു. If you look into the history of people, നമ്മൾ ആളുകളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ, many did not start everything so great. എല്ലാം വളരെ മേത്തരമായി ഒന്നുമല്ല എല്ലാവരും തുടങ്ങിയത്. Last week when we were having our family prayer, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ we are singing this song, Blessed Assurance, Jesus is mine. Blessed Assurance, Jesus is mine എന്നുള്ള പാട്ട് ഞങ്ങൾ പാടുകയായിരുന്നു. It's written by a woman by named Fanny J. Crosby. ഫാനി ജെ ക്രോസ്ബി എന്ന സഹോദരിയാണ് യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്ന പാട്ട്
എഴുതിയത്. lived in 1800. 1800-കളിൽ ജീവിച്ചിരുന്ന ഒരു വനിതാരത്നം. Yeah, she was born as a pure and perfect healthy baby. വളരെ ആരോഗ്യമുള്ള നല്ല എല്ലാം തികഞ്ഞ ഒരു പെൺകുഞ്ഞായാണ് അവൾ ജനിച്ചത്. At the age of two, she had some kind of sickness, and some visiting doctor prescribed some false medicine which led him to be eventually blind for the rest of her life. രണ്ടാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിന് എന്തോ ഒരു അസുഖം ഉണ്ടായപ്പോൾ അവിടെ കണ്ട ഒരു ഡോക്ടർ തെറ്റായ ഒരു മരുന്ന് കൊടുക്കുകയും ആ കുഞ്ഞിന്റെ കാഴ്ചശക്തി എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തു. And then she lived for her rest of her life as a blind person. അടുത്ത അവളുടെ ജീവിതകാലം മുഴുവൻ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തവളായാണ് അവൾ ജീവിച്ചത്. And she lived in some kind of blind school and those kind of places. അതുപോലെയുള്ള ഈ അന്ധർക്ക് വേണ്ടിയുള്ള സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവൾ വളർന്നത്. And she had no dream about herself. ഒരുപാട് സ്വപ്നങ്ങളൊന്നും തന്നെ പറ്റി കാണുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. Her parents could not dream much about her life. അവളുടെ മാതാപിതാക്കൾക്ക് അവളുടെ ജീവിതത്തെ പറ്റി വലിയ സ്വപ്നങ്ങളൊന്നും കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. But at the age of 44, പക്ഷേ 44-ാമത്തെ വയസ്സിൽ she met the Lord. അവൾ യേശു കർത്താവിനെ കണ്ടെത്തി. And she committed her life for the Lord. തന്റെ ജീവിതം താൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തു. One of the preachers saw her and said like this. അവളെ കണ്ട ഒരു പ്രസംഗകൻ ഇപ്രകാരം അവളോട് പറഞ്ഞു, Fanny, you need to start writing poems. ഫാനി, നീ കവിതകൾ എഴുതുവാൻ തുടങ്ങണം. That was considered as a voice of the Lord happening in her life. അവളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ദൈവശബ്ദമായി അവൾ അത് സ്വീകരിച്ചു. At the age of 44, she started writing hymns. 44-ാമത്തെ വയസ്സിൽ അവൾ പാട്ടുകൾ എഴുതുവാൻ ആരംഭിച്ചു. And she lived for 94 years. 94 വയസ്സ് വരെ ജീവിച്ചിരുന്നു. For the next 50 years, അടുത്ത 50 വർഷങ്ങളിൽ she wrote 8,000 hymns in her life. 8000 ക്രിസ്തീയ ഗാനങ്ങളാണ് അവൾ രചിച്ചത്. All happened from a blind person. ഇതെല്ലാം സംഭവിച്ചത് കാഴ്ചശക്തി ഇല്ലാത്ത ഒരു സ്ത്രീയിൽ നിന്നാണ്. Parents lost all the dream about her life. അവളുടെ മാതാപിതാക്കൾക്ക് അവളെ പറ്റി സ്വപ്നങ്ങളില്ലായിരുന്നു. She lost all the dream about her life. അവൾക്ക് തന്നെ പറ്റിയുള്ള സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. But the Lord had a dream about her life. ദൈവത്തിന് അവളെ പറ്റി ഒരു സ്വപ്നമുണ്ടായിരുന്നു. God had a plan in her life. ദൈവത്തിന് അവളുടെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. We thought that at the age of 44, what can happen? 44-ാം വയസ്സിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് We think that almost life is almost got established and settled. ജീവിതം ഏകദേശമൊക്കെ തീരുമാനമായി എന്ന് നാം വിചാരിക്കുന്ന പ്രായത്തിൽ Nothing more exciting can happen in this life. അവളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ആവേശഭരിതമായി മറ്റൊന്നും സംഭവിക്കാനില്ല. But one voice came into her life that eventually turned her life completely upside down. അവളുടെ ജീവിതത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച ഒരു ശബ്ദം ദൈവത്തിൽ നിന്ന് അവൾ കേട്ടു. And eventually the songs, the hymns that came out in her life began to change and encourage and challenge the people even today. അവളുടെ ഉള്ളിൽ നിന്ന് അന്ന് പുറത്തു വന്നത് ക്രിസ്തീയ ഗാനങ്ങളിൽ ഓരോന്നും കാലങ്ങളായി ക്രിസ്തീയ ജനതയെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. So this morning time, I want to challenge all the mothers who are hearing me this morning time. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയട്ടെ, You may think that your child has no capacities among other peers. ഒരുപക്ഷെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കുഞ്ഞിന് ഒരു സവിശേഷതയും കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കും. Or you think that I could not raise my child in the proper way even though I am living in this country because of the situations that I am going through. ഒരുപക്ഷെ ഞാൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ മൂലം എൻ്റെ കുഞ്ഞിനെ ഈ രാജ്യത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പരിപാലനം കൊടുത്ത് വളർത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. You think that my child is not so intellectually good or physically strong in his or her life. എൻ്റെ കുഞ്ഞ് ഒരുപക്ഷെ വളരെ ബുദ്ധിമാനോ അല്ലെങ്കിൽ ശാരീരികമായി കായികക്ഷമതയുള്ള ആളോ അല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. Therefore I don't have any dream about my child. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ പറ്റി വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. I have nothing to boast about my children. എൻ്റെ കുഞ്ഞിനെ പറ്റി അഭിമാനപൂർവ്വം വീമ്പ് പറയുവാൻ ഒന്നും എനിക്കില്ലായിരിക്കും. But that's okay, my dear mothers, this morning എൻ്റെ പ്രിയ time. മാതാവേ, അത് കുഴപ്പമില്ല. The parents of Moses had no much dream about him. മോശയുടെ മാതാപിതാക്കൾക്ക് അവനെ പറ്റി സ്വപ്നം കാണുവാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. They had nothing to dream about him. വലിയ കാര്യങ്ങളൊന്നും അവനെ പറ്റി സ്വപ്നം കണ്ടില്ല. But they only saw that their child is so beautiful. അവരവന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻ സുന്ദരനെന്ന് അവർ കണ്ടു. Can you look at your children and say, my child is so beautiful? ഇന്ന് രാവിലെ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാമോ, എന്റെ കുഞ്ഞ് സുന്ദരനാണ്, My child is so beautiful. എന്റെ കുഞ്ഞ് സുന്ദരിയാണ്, My daughter is beautiful.
എന്റെ മകൾ സൗന്ദര്യമുള്ളവളാണ്. My son is beautiful. എന്റെ മകൻ സൗന്ദര്യമുള്ളവനാണ്. That's all what you need. അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. If you can cherish that beauty of your children in your heart, you can love your children unconditionally, whatever that is happening in their lives. നിങ്ങളുടെ കുഞ്ഞിന് ദൈവം നൽകിയ ആ സൗന്ദര്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ വ്യവസ്ഥകളില്ലാതെ നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. Many people could not love their children. പലർക്കും അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ Many parents have to have lot of boasting about their children, but they could not really love their children. പലരും അവരുടെ കുഞ്ഞുങ്ങളെ പറ്റി പലതും വീമ്പ് പറയുന്നുണ്ടെങ്കിലും തികഞ്ഞ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ Here is a parent who saw that their son is so beautiful and they don't want to kill that child. ഇവിടെ ഇതാ ഒരു പിതാവും മാതാവും അവരുടെ കുഞ്ഞ് സൗന്ദര്യമുള്ളവനെന്ന് കാണുകയാണ്, അവനെ കൊല്ലുവാൻ വിസമ്മതിക്കുകയാണ്. That's the only dream that they have. അവർക്കാകെയുള്ള സ്വപ്നം അതാണ്. That's only the image that they have. അത് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. That my child is so beautiful. എന്റെ കുഞ്ഞ് സൗന്ദര്യമുള്ളവനാണ്. But the Lord began to change the destiny of Moses. പക്ഷേ ദൈവം മോശയുടെ ഭാവി മാറ്റി എഴുതി. It should have been getting over by the river Nile. അതെല്ലാം ആ നൈൽ നദിയിൽ ഒതുങ്ങിപ്പോകേണ്ടതാണ്. But God began to change the destiny of Moses. പക്ഷേ ദൈവം അവന്റെ ഭാവി മാറ്റി എഴുതുവാൻ തീരുമാനിച്ചു. The rest is, we all know what has happened. അതിനുശേഷം സംഭവിച്ചതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. His mother was given wages from the royal court to nurse his or her own child. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുവാൻ രാജാവിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച സ്ത്രീയാണ് മോശയുടെ അമ്മ. And he was trained in all the technology and all the things that the Egyptian royal person could achieve in his life. അന്നത്തെ കാലത്ത് മിസ്രയീം രാജകുടുംബത്തിൽ ലഭ്യമായ എല്ലാ നേട്ടങ്ങളും അനുഭവിച്ച് വളർന്നവനാണ് മോശ. And above all, he was the one who stood up to raise or to lead the people of Israel from the bondage, from the slavery into liberation, into deliverance. എല്ലാറ്റിലും ഉപരിയായി കാലങ്ങളായി അനുഭവിച്ചിരുന്ന അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വിളിച്ചു കൊണ്ടുപോകുവാൻ ദൈവം മുന്നിൽ നിന്ന് നയിക്കുവാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ. No mother could dream all these things that could ever happen in any of their children's life. ഒരു മാതാവിനും സ്വന്തം കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് സ്വപ്നം കാണുവാൻ പോലും കഴിയുകയില്ല. No mother could ever dream about these things. ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് സ്വപ്നം കാണുവാൻ ഒരു മാതാവിനും കഴിയുകയില്ല. But when God began to dream something to happen in your children's life, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കണമെന്ന് ദൈവം സ്വപ്നം കാണുവാൻ തുടങ്ങിയാൽ it can go beyond what we could imagine, beyond what we could comprehend, beyond what we could think about that can happen in our children's life. നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിനപ്പുറം വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. So just give it all, those dreams, into the hands of the Lord. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും കർത്താവിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കാം. Lord, if I dream about my child, കർത്താവേ, എന്റെ കുഞ്ഞിനെ പറ്റി ഞാൻ സ്വപ്നം കണ്ട there is a limitations. അതിനെല്ലാം പരിമിതികളും There are limitations. അതിനെല്ലാം പരിധികളും. It cannot go beyond that. ദൈവമേ, ഒരു പരിധിക്കപ്പുറം സ്വപ്നം കാണുവാൻ പോലും എനിക്ക് കഴിയും. But if you start dreaming about my children, പക്ഷേ എന്റെ കുഞ്ഞിനെ പറ്റി ദൈവമേ നീ സ്വപ്നം കാണാൻ ആരംഭിച്ചാൽ it is an infinite dream that can happen in my children's life. കർത്താവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് നിന്റെ സ്വപ്നങ്ങൾ. I just commit my children into your hand. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കയ്യിൽ ഞാൻ തരികയാണ്. Just like the person Fanny Crosby at the age of 44 started writing hymns and went up to 8,000 hymns in a span of 50 years. ദൈവമേ, 44-ാം വയസ്സിൽ മാത്രം കവിത എഴുതുവാൻ തുടങ്ങിയ ഒരു സ്ത്രീ തുടർന്നുള്ള ജീവിതം കൊണ്ട് 8,000 ക്രിസ്തീയ പാട്ടുകൾ എഴുതിയെങ്കിൽ I just commit my dreams into your hand, oh Lord. ദൈവമേ, എന്റെ എല്ലാ സ്വപ്നങ്ങളും നിന്റെ കയ്യിൽ. I just commit all my dreams into your hand. എല്ലാ സ്വപ്നങ്ങളും. Shall we close our eyes and look to the Lord in prayer? കണ്ണുകൾ അടച്ച് കർത്താവിലേക്ക് നമുക്ക് നോക്കാമോ? Hallelujah, 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 hallelujah. Motherhood is a gift from the Lord. മാതൃത്വം ദൈവത്തിന്റെ ദാനമാണ്. In a simple life, consider that as a greatest gift from the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായി അതിനെ കരുതും. But then the children, the generation that the Lord is going to give you as a gift in your hands, നിങ്ങളുടെ കൈകളിൽ ദൈവം തന്നെ. let God be the dream maker of that children's life. അവരുടെ ജീവിതത്തിലെ സ്വപ്ന സൃഷ്ടാവായി ദൈവം.
Forget about all your dreams. നിങ്ങളുടെ സ്വപ്നങ്ങൾ മറന്നു കളയും. You cannot dream beyond certain limits. ഒരു പരിധിക്കപ്പുറം സ്വപ്നം കാണുവാൻ പോലും നമുക്ക് Our dreams have limitations. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിമിതികളുണ്ട്. But if we can commit your children into the hands of an infinite Almighty God, നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുല്യനായ പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, and when he start dreaming about the dreams and the plans for your children, അവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുവാൻ ആരംഭിച്ച what has happened in the life of Moses, മോശയുടെ ജീവിതത്തിൽ, what has happened in the life of Fanny Crosby, ഫാനി ക്രോസ്ബിയുടെ ജീവിതത്തിൽ സംഭവിച്ചു, he can do exceedingly beyond in your children's life. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും പരിമിതികൾക്കപ്പുറത്തുള്ള സ്വപ്നങ്ങൾ സംഭവിക്കും. Praise God. Commit your life into the hands of the Lord. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. Just commit your children into the hands of the Lord. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കും. Don't worry about whatever the disabilities that your child has. നിങ്ങളുടെ കുഞ്ഞിനുള്ള പരിമിതികളൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കണം. Don't worry about that. അതിനെപ്പറ്റി ഒന്നും വ്യാകുലപ്പെടണ്ട. Think about an infinite God. പരിമിതികളില്ലാത്തൊരു ദൈവത്തെ പറ്റി ആലോചിക്കും. Think about the God who gifted that child into your hand. നിങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞിനെ തന്ന ദൈവത്തിന്റെ കരുതൽ ഓർക്കും. And commit him and her into his almighty hand. നിങ്ങളുടെ മകനെ മകളെ ആ ദിവ്യ കരങ്ങളിൽ തിരിച്ചേൽപ്പിച്ചു. Let him lead your children. അവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കട്ടെ. Let him take care of all the failures your child is going through. നിങ്ങളുടെ കുഞ്ഞിന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പരാജയങ്ങളെയും ദൈവം നേരെയാക്കട്ടെ. Let him take care of all the physical disabilities and the mental incapabilities your child is going through. ശാരീരികമോ മാനസികമോ ആയി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ പരിമിതികളും സർവശക്തനായ ദൈവം നേരെയാക്കട്ടെ. Praise God. ഹല്ലേലൂയ. Hallelujah. Shall we pray? Our dear Heavenly Father, we thank you, Lord. We thank you for this beautiful day. Thank you for all the abundant mercy, the manifold blessings, and the amazing grace that is keeping us, that is sustaining us and making us to move forward in this wicked and perishing world, Lord. Lord, as we celebrate this day as Mother's Day, Lord, we remember and commit all the mothers of this church into your mighty hand. All the mothers also are listening to this message into your mighty hand, Lord. We thank you for that gift that you have bestowed upon the mothers, Lord, granting them the desires of their heart and holding your valuable gifts in their hands, Lord. Lord, as they dream, Lord, about the children that they have in your life, Lord. Lord, I pray that this message may penetrate into the heart, Lord. രാവിലെക്കാലം കർത്താവെ കേട്ട ഈ സന്ദേശം അവരുടെ ഹൃദയത്തെ, അവരുടെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് അടിയാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന സ്വപ്നങ്ങളെക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും ആ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറ്റപ്പെടുവാനായിട്ട് രാവിലെ കാലം ദൈവസ്ഥലങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനായിട്ട് ഈ മാതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, അവർ ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ഇന്ന് രാവിലെ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ അതിനായിട്ട് സമർപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ആമേൻ. ഈ കുഞ്ഞു ജീവിക്കുമോ എന്ന് മാത്രം ആഗ്രഹിച്ച മാതാപിതാക്കന്മാരുടെ മുന്നിൽ, ഹല്ലേലൂയ, കൊട്ടാരത്തിൽ വളരുന്ന ഒരു ജീവിതമായി, ആമേൻ, ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ജീവിതമായി, അവർക്ക് ന്യായപ്രമാണങ്ങളെ നൽകിത്തരുന്ന ഒരു ജീവിതമായി മോശയുടെ ജീവിതം പിൽക്കാലത്ത് മാറ്റിയെങ്കിൽ അതിന്, ഹല്ലേലൂയ, ആമേൻ, മാതാപിതാക്കളുടെ, ആമേൻ, സ്വപ്നങ്ങളെക്കാൾ അധികമായി ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. 44-ാമത്തെ വയസ്സിലും അന്ത്യയായി ജീവിതം തുടരുമ്പോഴും കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ വിധേയപ്പെട്ട് 8000-ഓളം, ആമേൻ, ഹല്ലേലൂയ, കീർത്തനങ്ങൾ എഴുതുവാൻ, ആമേൻ, നിന്റെ ദാസിയെ കഴിഞ്ഞ നാളുകളിൽ കരങ്ങളെടുത്തെങ്കിൽ അതിന്റെ പുറകിലും, ആമേൻ, മാതാപിതാക്കളുടെ സ്വപ്നമല്ല അങ്ങയുടെ ഉദ്ദേശമായിരുന്നു എന്ന് ഇന്ന് രാവിലെ കാലം ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. Lord, we commit the capacities of our children into your hand, Lord. Let you be the guiding person. Let you be the person who mold their heart, who mend their heart, who change and transform their lives in accordance to your purpose, Lord. കർത്താവേ, അങ്ങയുടെ ഉദ്ദേശത്തിന് വേണ്ടി, അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ കാലം ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ.
തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ അമ്മമാരും ഇന്ന് പകൽക്കാല കർത്താവെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം പിന്നെയും അനുഗ്രഹിക്കപ്പെട്ടതായി ഭാവി തലമുറയെ വളർത്തിയെടുക്കുവാൻ, ആമേൻ, വരും കാലങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് കർത്താവ് അവരുടെ കരങ്ങളെ, അവരുടെ ജീവിതങ്ങളെയും പിന്നെ അനുഗ്രഹിക്കുമാറാകണമേ. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകുന്നു. തിരുമഹത്വം കൂടിയിരിക്കും. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കും. ഞങ്ങൾക്കായ ജീവനെ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും നമ്മോടും നാം ചോദിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.